CPM പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തൊഴിലാളി സംഗമവും സെമിനാറും സംഘടിപ്പിച്ചു. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യം എന്ന വാക്കിനോട് ഒരു ബഹുമാനവും ഇല്ലാത്തവരാണ് RSSും BJPയും എന്ന് എളമരം കരീം പറഞ്ഞു. 1000-ഓളം തൊഴിലാളികളും പ്രവർത്തകരുമാണ് CPIM പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൊഴിലാളി സംഗമത്തിലും സെമിനാറിലും പങ്കെടുത്തത്. തൊഴിലാളി വിരുദ്ധ കേന്ദ്ര സർക്കാരും തൊഴിലാളികളുടെ ചെറുത്തുനിൽപ്പും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. തൊഴിലാളികളെ ഭിന്നിപ്പിക്കാനാണ് രാജ്യത്തെ ഭരണകൂടം ശ്രമിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം പറഞ്ഞു. അധ്വാനിക്കുന്ന മനുഷ്യരാണ് ഈ പുതിയ ലോകത്തെ സൃഷ്ടിച്ചത്, പുതിയ പാലക്കാടിനെ സൃഷ്ടിച്ചത്, പുതിയ കേരളത്തെ സൃഷ്ടിച്ചത്. അവരാണ് മഹാന്മാർ, അവരുടേതാണ് തൊഴിലാളി പ്രസ്ഥാനം. എന്നിട്ട് അവർ അക്രമികളാണ്, ചുമട്ടു തൊഴിലാളികൾ അധികം കൂലി ചോദിക്കുന്നവരാണ്, മറ്റേ തൊഴിലാളികൾ മോശക്കാരാണ് എന്നൊക്കെ പറയാൻ ചില പത്രങ്ങൾ ഏറ്റുപിടിക്കുക. ഈ തൊഴിലാളിയുടെ അധ്വാനം മൂലം സൃഷ്ടിക്കപ്പെടുന്ന സമ്പത്ത് വാരിക്കൂട്ടി അതിൻ്റെ മേൽ സമ്പന്നരായി നാട് മുടിക്കുന്ന കുത്തക മുതലാളി വർഗത്തിൻ്റെ വക്താക്കളാണ് ഈ വിളിച്ചു പറയുന്നത്. മോദി സർക്കാർ സ്വീകരിക്കുന്നത് തൊഴിലാളി വിരുദ്ധ സമീപനമാണെന്നും രാജ്യത്ത് തൊഴിലാളികളുടെ ഐക്യം ശക്തിപ്പെടണമെന്നും INTC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ പറഞ്ഞു. തർക്കങ്ങളും ജനാധിപത്യ ചേരിയുടെ ഐക്യത്തിൻ്റെ കുറവും നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാക്കി എന്നുള്ളത് പറയുന്നതിൽ തെറ്റില്ല. സ്വാഭാവികമായിട്ടും ഈ രാജ്യം ലോകത്തിനാകെ മാതൃകയാണ് എല്ലാ അർത്ഥത്തിലും. ഇന്ന് നാം കാണുന്ന ഈ പുരോഗതി സംജാതമായത് എത്രയോ ഗവൺമെൻറ്റുകളുടെ പരിശ്രമ ഫലമായിട്ടാണ്. CITU ജില്ലാ സെക്രട്ടറി M അംസ അധ്യക്ഷത വഹിച്ചു. STU സംസ്ഥാന സെക്രട്ടറി M റഹ്മത്തുള്ള, CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM ശശി, CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, CITU നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. കൈരളി ന്യൂസ്, പാലക്കാട്.